അമേരിക്കയിലെ ഒരു ബിസിനസ് കൺസൾട്ടൻറ്റ് അദ്ദേഹത്തിൻ്റെ തിരക്ക് പിടിച്ച ജീവിതത്തിൽ നിന്നൊന്ന് റിലാക്സ് കിട്ടാൻ വേണ്ടി ഇത്തവണ തിരഞ്ഞെടുത്തത് ആഫ്രിക്കയിലെ ഒരു ഗ്രാമീണ മേഖല, ഒരു മുക്കുവ മേഖലയാണ് തിരഞ്ഞെടുത്തത്. അദ്ദേഹം വിശ്രമിക്കുന്നതിനിടയിൽ കുറച്ച് ദൂരെ ഒരു മുക്കുവൻ അദ്ദേഹത്തിൻ്റെ വഞ്ചി അടുപ്പിച്ചത് കണ്ടു. ആ വഞ്ചിക്കരികിലേക്ക് ചെന്നു. കുറച്ച് മീൻ മാത്രമാണ് വഞ്ചിയിലുള്ളത്. അദ്ദേഹം ഈ മുക്കുവനോട് ചോദിച്ചു, നിങ്ങൾ ഇന്നത്തെ ജോലി കഴിഞ്ഞു? മുക്കുവൻ പറഞ്ഞു, അതെ, ഇന്നത്തെ ജോലി കഴിഞ്ഞു. അപ്പോൾ കുറച്ച് മീനാണല്ലോ ഉള്ളത്, ഇതെന്താ ഇങ്ങനെ എന്ന് ചോദിച്ചു. എൻ്റെ കുടുംബത്തിന് ജീവിക്കാൻ ആവശ്യമായ മീൻ അല്ലെങ്കിൽ ഭക്ഷണം കഴിക്കാൻ ആവശ്യമായത് ഇതിലുണ്ട്, എനിക്ക് ഇന്നത്തേക്ക് അത്ര മതി എന്ന മനുഷ്യൻ റീപ്ലൈ കൊടുത്തു. ബാക്കി വരുന്ന സമയം നിങ്ങൾ എന്താണ് ചെയ്യുക? ഞാൻ എൻ്റെ കുടുംബത്തിൻ്റെ കൂടെ ഭക്ഷണം കഴിക്കും, കുട്ടികളുടെ കൂടെ കളിക്കും, നന്നായി ഉറങ്ങും, വൈകുന്നേരമാകുമ്പോൾ കൂട്ടുകാരോടൊത്ത് ഫുട്ബോൾ കളിക്കും, ഇങ്ങനെ ഒരുപാട് സമയം എനിക്ക് കിട്ടും. അദ്ദേഹം ഇയാളോട് ചോദിച്ചു, നിങ്ങൾക്ക് ഒന്നുകൂടി ആക്റ്റീവായി കുറച്ച് സമയം കൂടി കൂടുതലെടുത്താൽ നിങ്ങൾക്ക് അതിൽ ഗുണമുണ്ടാവുമല്ലോ. അപ്പോൾ ഇയാൾ ചോദിച്ചു, എന്ത് ഗുണമാണ് ഉണ്ടാവുക? നിങ്ങൾക്ക് ധാരാളം മീൻ കിട്ടും. അപ്പോഴോ? നിങ്ങൾക്ക് ആ മീൻ നല്ല വിലക്ക് കൊടുക്കാം. അപ്പോഴോ? ആ മീൻ നിങ്ങൾക്ക് ഡയറക്റ്റ് ഏജൻസിക്ക് കൈമാറാം. അങ്ങനെ വന്നാലോ? അങ്ങനെ വന്നാൽ നിങ്ങൾക്ക് കുറേ കാലം മീൻ വിറ്റ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതുപോലുള്ള ഒരു സംസ്കരണശാല തുടങ്ങാം. എന്നിട്ടോ സംസ്കരണശാല തുടങ്ങി കുറേ സമ്പാദിക്കാം. എന്നിട്ടോ കൂടുതൽ സമ്പാദിച്ചു കഴിഞ്ഞാൽ കൂടുതൽ ആളുകളെ ഷെയർ ഹോൾഡേഴ്സിനെ ഉൾപ്പെടുത്തി നിങ്ങൾക്ക് നിങ്ങളുടെ ബിസിനസ് വർദ്ധിപ്പിക്കാം. നിങ്ങൾ ഷെയർ ഹോൾഡേഴ്സിൻ്റെ എണ്ണം വർദ്ധിപ്പിക്കാം. നിങ്ങൾക്ക് വലിയ സമ്പന്നനാവാം. എന്നിട്ടോ ഒരുപാട് പണം നിങ്ങളുടെ കയ്യിൽ വരും. എന്നിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ കുടുംബവുമായി നിങ്ങൾക്ക് ഏതെങ്കിലും ഇതുപോലുള്ള ഏരിയകളിൽ, ഇതുപോലുള്ള സ്ഥലങ്ങളിൽ പോയി നിങ്ങൾക്ക് സുഖമായി കുടുംബത്തോടൊപ്പം വിശ്രമിച്ച് ജീവിക്കാം. നിങ്ങൾക്ക് കാറ്റുകൊള്ളാം, നിങ്ങൾക്ക് രാജ്യങ്ങൾ കാണാം. അപ്പോൾ ഈ മനുഷ്യൻ, ഈ മുക്കുവൻ ചോദിച്ചു, നിങ്ങൾ ഈ പറയുന്ന ഇത്രയും എഫേർട്ട് ഇല്ലാതെ തന്നെ ഈ പറയുന്ന എല്ലാം എനിക്ക് കിട്ടുന്നുണ്ടല്ലോ, ധാരാളം സമ്പത്ത് എൻ്റെ കയ്യിൽ വന്നതിന് ശേഷം എനിക്കെന്താണോ കിട്ടേണ്ടത് അതെൻ്റെ ജീവിതത്തിൽ കിട്ടുന്നുണ്ട് എന്നതാണ്. ഒരുപാട് പണമുണ്ടാവുക എന്നതല്ല, ഉള്ളതിൽ സംതൃപ്തിയായി കുടുംബത്തോടൊപ്പം ജീവിക്കുക എന്നതാണ്. ഉള്ള സമ്പത്തിൽ സംതൃപ്തമായിക്കൊണ്ട് തൻ്റെ സമയം തനിക്കും കുടുംബത്തിനും തൻ്റെ കൂട്ടുകാർക്കും നാട്ടുകാർക്കുമെല്ലാമായി വിഭജിച്ചു കൊടുത്ത് ഉള്ളതിൽ സംതൃപ്തിയോടുകൂടി ജീവിക്കുക എന്നതാണ് ഒരാളുടെ ജീവിത ലക്ഷ്യമായി കാണേണ്ടത് എന്നാണ് ഈ കഥയിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന പാഠം.